ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കൗസല്യാസ്തുതി. ശംഖചക്ര പത്മധാരികളായ വാസുദേവ, അങ്ങ് മായാദേവിയെ കൊണ്ട് ത്രിഗുണങ്ങളെ ആധാരമാക്കി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്നു. ഇതെന്തിനാണെന്ന് ശ്രേഷ്ഠന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. അങ്ങ് പരമാത്മാവും പരബ്രഹ്മവും നിശ്ചലനും നിർഗുണനും മോക്ഷദായകനും യോഗികളുടെയും ജ്ഞാനികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും ബ്രഹ്മർഷികളാൽ സദാ സേവിക്കപ്പെടുന്നവനും സകല ജഗന്മയനുമാണല്ലോ. അങ്ങയുടെ ഉള്ളിൽ അനന്തമായ ബ്രഹ്മാണ്ടം മുഴുവൻ വസിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ വയറിൽ വരുവാൻ കാരണമെന്താണ്? ഞാൻ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ട് വ്യസനിക്കുന്നു. നിന്റെ മഹാമായയാൽ ഇന്ന് എനിക്ക് നിന്നെ കാണുവാൻ കഴിഞ്ഞു. എൻ്റെ പാപങ്ങൾ നശിക്കുവാൻ ഈ രൂപം എന്നും എൻ്റെ ഹൃദയത്തിൽ വസിക്കുമാറാകട്ടെ. വിശ്വത്തെ മോഹിപ്പിക്കുന്ന നിന്റെ മായ എന്നെ മോഹിപ്പിക്കരുത്. മറ്റുള്ളവർ കാണുന്നതിന് മുമ്പേ ഈ അലൗകിക രൂപത്തെ മറച്ചാലും ലാളിച്ച് ശുശ്രൂഷിക്കാൻ കഴിയുന്ന ശിശുരൂപത്തെ എനിക്ക് കാട്ടിത്തന്നാലും പുത്രവാത്സല്യ രൂപത്തിൽ അങ്ങയെ പരിചരിച്ച് എനിക്ക് ലൗകിക ദുഃഖത്തിൽ നിന്നും മോചനം നേടണം. കൗസല്യാദേവി ഭക്തിയാദരവോടെ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അമ്മേ, അവിടത്തേക്ക് എന്താണ് ഇഷ്ടം അതുപോലെ സംഭവിക്കും. ബ്രഹ്മ മഹേശ്വരാദികളുടെ അപേക്ഷ പ്രകാരം ദുഷ്ടനായ രാവണന്റെ നിഗ്രഹത്തിനായി അവിടുത്തെ മകനായി ഭൂമിയിൽ അവതരിച്ചതാണ് ഞാൻ. എന്നെ പുത്രനായി ലഭിക്കാൻ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഈ രൂപം കാണിച്ചു തന്നത്. കിട്ടാൻ പ്രയാസമുള്ള എൻ്റെ ദർശനം മോക്ഷപ്രദമാണ്. ഇനി ലൗകിക ദുഃഖം ഉണ്ടാവില്ല. എൻ്റെ രൂപം നിത്യവും ധ്യാനിച്ചുകൊള്ളൂ, മോക്ഷം കിട്ടും. നമ്മുടെ ഈ സംഭാഷണം ആദരവോടെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവന് തീർച്ചയായും മോക്ഷം ലഭിക്കും. മരണസമയത്ത് എന്നെ സ്മരിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ബാലസ്വരൂപം കൈകൊണ്ട് കരയുവാൻ തുടങ്ങി. ഇന്ദ്രനീല നിറത്തോടു കൂടിയ സ്വരൂപനും ബ്രഹ്മാവ്, ശിവൻ, ദേവസമൂഹം എന്നിവരാൽ ആദരിക്കപ്പെടുന്നവനുമായ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചു. പുത്രജനന വാർത്തയറിഞ്ഞ് ദശരഥൻ വളരെയധികം സന്തോഷിച്ചു. വിവരം അറിയിച്ചവർക്കെല്ലാം ധാരാളം സമ്മാനങ്ങൾ നൽകി. പുത്രമുഖം കണ്ട് സന്തോഷിച്ച് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ജാതക കർമ്മവും ദാനവും നടത്തി. ജനങ്ങൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. ബ്രാഹ്മണർക്ക് സ്വർണം, വസ്ത്രം, രത്നം എന്നിവ ധാരാളം ദാനം ചെയ്തു. ദേവേന്ദ്രനും ദേവലോകവാസികളും സന്തുഷ്ടരായി. സർവലോകത്തെയും രമിപ്പിക്കുന്നവനായ കുമാരന് വസിഷ്ഠൻ രാമൻ എന്നു പേരിട്ടു. ഭരണ നിപുണനായി തീരേണ്ട കൈകേയി തനയന് ഭരതൻ എന്നും പേരിട്ടു. ലക്ഷണമൊത്ത സുമിത്രാനന്ദന് ലക്ഷ്മണൻ എന്നും, ശത്രുനാശം വരുത്തുന്നവനായതുകൊണ്ട് രണ്ടാമത്തെ സുമിത്രാനയന് ശത്രുഘ്നൻ എന്നും പേരിട്ടു. അങ്ങനെ മക്കൾ വളരാൻ തുടങ്ങി. ബാലക്രീഡ. പായസാംശത്തിൻ്റെ ഫലമെന്ന പോലെ ബാലലീലാ സമയം മുതൽ രാമലക്ഷ്മണന്മാരും ഭരത ശത്രുഘ്നന്മാരും ഒരുമിച്ചായിരുന്നു. സുന്ദരന്മാരായ സഹോദരന്മാരോടൊപ്പം ശ്യാമനിറത്തോടു കൂടിയ രാമൻ കാരുണ്യാമൃതമായ തൃക്കൺ ദർശനത്താലും കിളിക്കൊഞ്ചലിനാലും രൂപസൗന്ദര്യം കൊണ്ടും മൃദുല ചുംബനം കൊണ്ടും ഏവരെയും സന്തോഷിപ്പിച്ചു. കൊച്ചരിപ്പല്ലു കാട്ടിയുള്ള പുഞ്ചിരിയും കുഞ്ഞിക്കാലുകൾ കൊണ്ടുള്ള നടത്തം കൊണ്ടും മനം കുളിർപ്പിക്കുന്ന മറ്റു ചേഷ്ടകളെ കൊണ്ടും രാമൻ അച്ഛനമ്മമാർക്കും മറ്റെല്ലാവർക്കും ആനന്ദം നൽകി. നെറ്റിത്തടത്തിൽ പറ്റി നിൽക്കുന്ന കുറുനിരകളും മഷി എഴുതിയ സുന്ദര നയനങ്ങൾ കൊണ്ടുള്ള നോട്ടവും കർണകുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടവും പുലിനഖമാല, വനമാല, തുളസിമാല,
മുത്തുമാല എന്നിവയാൽ അലങ്കൃതമായ ശ്രീവത്സാങ്കിത മാറിടവും അംഗദം, വള, മോതിരം എന്നിവയാൽ ശോഭിക്കുന്ന കൈകളും സ്വർണ്ണ സമാനമായ മഞ്ഞപ്പട്ടിന് മീതെ അണിഞ്ഞ അരഞ്ഞാണവും കാൽച്ചിലമ്പും കൊണ്ട് രാമൻ ഭൂമിദേവിക്കൊരു അലങ്കാരമായി തീർന്നു. മഹാവിഷ്ണുവിന്റെ സാന്നിധ്യമുള്ള അയോധ്യയിൽ ലക്ഷ്മി ദേവിയും പരിലസിച്ചു. സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിച്ച് ജനങ്ങൾ സന്തുഷ്ടരായി. കൗമാരത്തിലേക്ക്. അച്ഛനമ്മമാരെ ബാലലീലകളാൽ ആഹ്ലാദിപ്പിച്ച് ശ്രീരാമൻ സാവധാനത്തിൽ കൗമാരത്തിലെത്തി. വിധിപ്രകാരം വസിഷ്ഠ മഹർഷി ഉപനയനം നടത്തി. വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപാംഗങ്ങൾ, സ്മൃതികൾ, ഉപസ്മൃതികൾ എല്ലാം രാമൻ എളുപ്പത്തിൽ പഠിച്ചു. അവ സ്വന്തം ശ്വാസങ്ങൾ തന്നെയാണല്ലോ. സർവചരാചരങ്ങളുടെയും ഗുരുവായ ഭഗവാന്റെ ഗുരുവാകാൻ കഴിഞ്ഞ വസിഷ്ഠന്റെ ഭാഗ്യത്തെക്കുറിച്ച് എന്തു പറയാൻ? മക്കൾ അസ്ത്രവിദ്യയുടെ മറുകര കണ്ടതറിഞ്ഞ് സന്തോഷിച്ച ദശരഥൻ വസിഷ്ഠനെ സന്തോഷിപ്പിച്ചു. സന്തോഷാധിക്യത്താൽ രാമലക്ഷ്മണന്മാർ സേവകഭാവം സ്വീകരിച്ചു. ഒരു ദിവസം ശ്രീരാമൻ ലക്ഷ്മണനോടൊത്ത് രഥത്തിലേറി കാട്ടിൽ പോയി. ദുഷ്ടമൃഗങ്ങളെ വേട്ടയാടി അച്ഛൻ്റെ മുന്നിൽ സമർപ്പിച്ച് നമസ്കരിച്ചു. ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം.